ഇടനെഞ്ചിലൊരിഷ്ടം പണ്ടേ ഇടിമിന്നൽ ഒടിച്ചു മടക്കാൻ, കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് കള്ളിച്ചെടികൾ കുമ്മ കൊടുക്കാൻ, വാക്കുകൾ തമ്മിൽ കൂട്ടിവിളക്കി ജീവിതം ഇത്തിരി മിന്നിക്കാൻ. സ്വാഗതം. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ഈ ദിവസം അശ്വമേധം ആരംഭിക്കുന്ന മത്സരാർത്ഥിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുൻപ് ആദരണീയയായ നോബൽ ഗൈഡ് ശ്രീമതി ഭാഗ്യലക്ഷ്മി, നമസ്കാരം. IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ, ഹായ്. എറണാകുളം ജില്ലയിൽ വെച്ച് നടത്തിയ ഓഡിഷനിടയിലാണ് അവിചാരിതമായി വേണുഗോപാൽ എന്ന മത്സരാർത്ഥിയെ കണ്ടുമുട്ടുന്നത്. വേണുഗോപാൽ ഓഡിഷന് വന്നപ്പോൾ തന്നെ ഒരല്പം മാറിയിരുന്ന് സംസാരിക്കണം എന്നോട് പറഞ്ഞു. വേണുഗോപാൽ ഒരല്പം ടെൻസ്ഡ് ആയിരുന്നു വന്ന്. ആ ടെൻഷനുകൾക്കെല്ലാം പെൻഷൻ കൊടുത്ത്, അവധി കൊടുത്ത് ഇന്ന് വളരെ സ്മാർട്ടായി ഈ മത്സരത്തിന്റെ വേദിയിലേക്ക് വേണുഗോപാൽ എത്തിയിട്ടുണ്ട്. ഞാൻ എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ മാതിരിപ്പള്ളി മേഖലയിൽ നിന്നും വരുന്നതാണ്. അശ്വമേധത്തിൻ്റെ ഓഡിഷനിൽ പങ്കെടുക്കേണ്ടായി. അന്ന് അവിടെ പ്രദീപ് സാറ്, ഗ്രാൻഡ് മാസ്റ്റർ പ്രദീപ് സാറ് രാഷ്ട്രീയമായി, സ്പോർട്സുമായി ബന്ധപ്പെട്ട്, സാഹിത്യവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ച് പലതിനും ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരെ തിരുവനന്തപുരത്ത് മത്സരവേദിയിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് സമ്മാനം ലഭിച്ചാൽ അത് സാധാരണ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് എൻ്റെ വേറെ ആഗ്രഹം. അതിന് ഏവരുടെയും അനുഗ്രഹം ഉണ്ടാകുമെന്ന് ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. മിസ്റ്റർ വേണുഗോപാൽ ഫ്രം കൊച്ചിൻ, പ്ലീസ് വാക്ക് ഇൻ. വേണു എറണാകുളത്താണെന്ന് ഓഡിഷന് വന്നത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായും. അന്നത്തെ ടെൻഷൻ ഇന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇല്ല ഇല്ല, ഐ ഹാപ്പി. ഹാപ്പി. യെസ്. പ്രോപ്പർ കൊച്ചി അല്ലല്ലേ പക്ഷേ സ്ഥലം? അല്ല, കോതമംഗലമാണ്. ഹൈ റേഞ്ചിന്റെ കവാടം. എന്ത് ചെയ്യുന്നു? കാർപ്പറ്റ് വർക്ക്, ഇന്റീരിയർ വർക്ക്, വീടുകളുടെ. അതെ. അശ്വമേധം പണ്ടേ കാണാറുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഇഷ്ടമാണ്. അപ്പോ പുതിയ രൂപത്തിലുള്ള അശ്വമേധത്തിന്റെ രണ്ടാം വരവിൽ താങ്കൾ സന്തോഷിക്കുന്നു? തീർച്ചയായും. ഏറെ സന്തോഷം. സാറിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഈ ഹോട്ട് സീറ്റ് ഇരിക്കണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും സർ. അതിനു മുമ്പ് ഈ യാഗഭൂമി താണ്ടി വരണം. പക്ഷെ യാഗത്തിൽ ഞാൻ എന്ത് ചോദിച്ചാലും തീർച്ചയായും എന്ന് മാത്രം മറുപടി പറയരുത്. ഓക്കെ സർ. തീർച്ചയായും. ഓക്കെ സർ. ഓൾ ദി ബെസ്റ്റ്. കോതമംഗലത്ത് നിന്നെത്തിയ വേണുഗോപാൽ എന്ന ഈ തൊഴിലാളി സുഹൃത്തുമൊത്ത് നമുക്ക് പ്രവേശിക്കാം യാഗം. വേണു, സഹോദരിയുണ്ടോ? ഉണ്ട്. എനിക്കില്ല. എനിക്ക് 5 സഹോദരിമാർ. 5 സഹോദരിമാർ. ഇപ്പൊ വേണുവിന് ഒരു സഹോദരിയുടെ ആശംസ കേട്ടിട്ട് ഈ മത്സരം തുടങ്ങാം. വളരെ സന്തോഷം സാർ. ശ്രീമതി ഭാഗ്യലക്ഷ്മി. വേണു, നമസ്കാരം. നമസ്കാരം. ധൈര്യമായിട്ട്, ഒട്ടും ധൈര്യം കൈവിടാതെ പ്രദീപിനോടൊപ്പം നിന്ന് പൊരുതണം കേട്ടോ. ഇവിടെ നിന്ന് വിജയിച്ചു മാത്രമേ ഇറങ്ങിപ്പോകാവൂ. അതെ. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. വേണു ചേട്ടാ, എന്താണ്? തീർച്ചയായും വിട്ടുകൊടുക്കരുത്. അറിവിന്റെ സമസ്ത മേഖലകളിലുള്ള മുഴുവൻ വ്യക്തികളെയും സ്മരിച്ചുകൊണ്ട് ഞാൻ സാർ പറഞ്ഞ കടമയിലേക്ക് കടക്കുകയാണ്. ശരി വേണു, എടുത്തോളൂ. ഇനിയൊരു അറിയിപ്പുണ്ടായിരിക്കുന്നത് വരെ മറ്റൊരു അറിയിപ്പുണ്ടായിരിക്കുന്നതല്ല എന്ന് സെക്രട്ടറി ഒപ്പ്. എന്താണ് വിഷയം? സഞ്ചാരം. എവിടെ നോക്കട്ടെ. സഞ്ചാരം. വേണു, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്നാണ് വേണു പറയേണ്ടത്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ സഞ്ചാരി, സഞ്ചരിക്കാൻ വേണ്ടി മാത്രം, ടൂറിസ്റ്റ് പർപ്പസിനു വേണ്ടി ബഹിരാകാശത്ത് ആദ്യമായി എത്തിയ ആൾ ഡെന്നിസ് ടിറ്റോയാണ്. ശരിയോ തെറ്റോ? വേണു, തീർച്ചയായും വേണു ഒരു ഉത്തരം പറഞ്ഞേ പറ്റൂ. ശരിയോ തെറ്റോ? ശരിയാണ്. ആണോ? ആണ് വേണു. തീർച്ചയായും വേണു പറഞ്ഞ ഉത്തരം ശരിയാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ സ്വന്തമാക്കി വേണു. ഇനി മെർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപയുടെ സ്ഫടിക ഗോളത്തിലേക്ക്. സൗരയുദ്ധം. എന്താണ്? സൗരയൂഥം. ആഹാ, ശരി. തിരികെ നിക്ഷേപിച്ചോളൂ. വേണു, വളരെ ലളിതമായ ചോദ്യമാണ്.
സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഒന്നാമത്തെ ചോയ്സ് കോപ്പർനിക്കസ്, രണ്ടാമത്തെ ചോയ്സ് ടോളമി. കോപ്പർനിക്കസ്. കോപ്പർനിക്കസ് ശരിയായ ഉത്തരമാണ് വേണു പറഞ്ഞത്. കോപ്പർനിക്കസ് ആണ് സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വേണുവിന് 2500 രൂപ മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപ സ്വന്തം. ഇനി മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയുടെ ബൗളിലേക്ക്. വേണു, ഓൾ ദ ബെസ്റ്റ്. 5000 രൂപയ്ക്ക് വേണ്ടി ഉള്ള വിഷയം തിരഞ്ഞെടുക്കും. മാധ്യമങ്ങൾ. നോക്കട്ടെ. മാധ്യമങ്ങൾ, മീഡിയ. ഒരു ശ്രവ്യ മാധ്യമത്തിനെ കുറിച്ച് ആയിക്കോട്ടെ ചോദ്യം. ആകാശവാണി, അറിയാലോ ആകാശവാണി. ആകാശവാണിക്ക് ആ പേര് നൽകിയത് ആരാ? ചോയ്സ് 1 ടാഗോർ, ചോയ്സ് 2 നെഹ്റു, ചോയ്സ് 3 സരോജിനി നായിഡു. ടാഗോർ. ബ്രിട്ടീഷുകാർ കൽപ്പിച്ചു നൽകിയ സർപ്പദവി വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യദാഹത്താൽ നനഞ്ഞ മനസ്സോടെ ഇന്ത്യൻ പുൽത്തകടികളിലൂടെ നടന്നു കയറിയ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ എന്ന ഉത്തരം ശരിയാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ വേണു സ്വന്തമാക്കി. ഇനി 10000 രൂപയ്ക്ക് വേണ്ടിയുള്ള കാഴ്ചക്കടമ്പ. വേണു, ഈ ദൃശ്യം കണ്ടോ? താഴെ എഴുതിയിരിക്കുന്ന അശ്വമേധം എന്നുള്ള ആ കുതിരയുടെ ദൃശ്യമല്ല ഞാൻ ചോദിച്ചത്. ഒരു കെട്ടിടം അല്ലേ? ഇത് കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ഇത് ആരുടെ വസതിയാണ്? ക്ലൂ വല്ലതും വേണോ? വേണം. തീർച്ചയായും വേണം സർ. തീർച്ചയായും വേണം. ഇത് ഗുജറാത്തിലാണ്. ഈ വസതിയിൽ ജനിച്ച വ്യക്തി വെടിയേറ്റാണ് മരിച്ചത്. മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ വസതിയാണോ അത്? നോക്കാം. ഇത് ആരുടെ വസതിയാണ്? ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി. ശരിയാണ്. ഇത് ഗാന്ധിജിയുടെ വീടാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപയുടെ സമ്മാനം വേണുവിന് സ്വന്തം. വെൽഡൺ വേണു. രാമന്റെ പേരിൽ, റഹിമിന്റെ പേരിൽ ഈ രാജ്യത്തിനേറ്റ മുറിവിന്റെ നീറ്റൽ മാറ്റാൻ തനിക്കുള്ളതൊക്കെയും തന്നെയും സമർപ്പിച്ച രാഷ്ട്രപിതാവിനെ മനസ്സാസ്മരിക്കുന്നു. എന്താണ് വേണുവിന്റെ തീരുമാനം എന്ന് നമുക്കറിയാം. ഏതാനും നിമിഷങ്ങൾക്കകം കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. Thumbs up is the sign. വേണു, സ്വാഗതം. വേണു, യജ്ഞത്തിലേക്ക് കടക്കാൻ തന്നെ വേണു തീരുമാനിച്ചു. ധീരവും സാഹസികവുമായ തീരുമാനം. ഇക്കുറി വേണു പരാജയപ്പെട്ടാൽ 10000 രൂപ നഷ്ടമാകും. 2500 രൂപയിലേക്ക് അത് ചുരുങ്ങും. പക്ഷേ മുന്നോട്ട് പോവുക, ഹോട്ട് സീറ്റിലിരിക്കുക, അതാണ് പ്രധാന ലക്ഷ്യം അല്ലേ? അതെ. വേണുവിന് ആ ബൗളിൽ നിന്ന് ഒരു വിഷയം എടുക്കും. ഇക്കുറി എന്നോട് പറയണ്ട എന്താണെന്ന്. അത് പറയാൻ പാടില്ല. കാരണം വേണുവിന് ലഭിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ പേരാണ് വേണു വിചാരിക്കേണ്ടത്. വേണു വിചാരിക്കുന്ന വ്യക്തിയുടെ പേര് ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുകയും വേണുവിനെ സഹായിക്കാൻ നിമ്മി തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരംഭിക്കും വിപരീത സമസ്യയുടെ ഇന്ദ്രജാലം യജ്ഞം. വേണു, ഓൾ ദി ബെസ്റ്റ്. വേണു വിചാരിച്ച വ്യക്തിയുടെ പേര് ശ്രീമതി ഭാഗ്യലക്ഷ്മി അംഗീകരിക്കുന്നു. വേണുവിന് ഈ റൗണ്ടിൽ 6 തവണ വരെ ലൈഫ് ലൈനുകൾ നൽകാൻ കമ്പ്യൂട്ടർ തയ്യാറാണ്. പ്ലീസ് ഇരിക്കുക. അങ്ങനെ ഹോട്ട് സീറ്റിൽ എത്തി വേണു. കോതമംഗലത്തെ സുഹൃത്തുക്കളെല്ലാം ഒന്ന് വിഷ് ചെയ്തേ ഉള്ളൂ. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്ത് മാതിരപ്പള്ളിയിലുള്ള
എല്ലാ സുഹൃത്തുക്കളെയും എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ശരി, തുടങ്ങാം. തുടക്കം സാർ, ഞാൻ സാധാരണ നമ്മുടെ മേഖലയിൽ വല്ലപ്പോഴും ഒരു കവിത പാടാറുണ്ട്, അല്ലെങ്കിൽ അക്ഷരശ്ലോകം പാടാറുണ്ട്. സോ വേണു ഒരു കവിത ചൊല്ലു, കേൾക്കട്ടെ. ONV-യുടെ ഒരു കിളിത്തൂവൽ എന്ന കവിത. മുറ്റത്തുലാത്തുമ്പോൾ എൻ മുന്നിലായൊരു പക്ഷിതൻ തൂവൽ പറന്നു വീണു, കാറ്റിന്നലകളിലാലോലമാടിയ കാണാക്കിളീതൻ കിളുന്നു തൂവൽ, താണു താണങ്ങനെ പാറി വീണു, മെല്ലെ ഞാനത് എടുത്തു തലോടി നിന്നു, പൂപോൽ പൂവിളം പട്ടുപോലുള്ളൊര തൂവലിൽ തന്നെ ഞാൻ നോക്കി നിന്നു, ഏതു കിളീതൻ ചിറകൊളിയിൽ നിന്നുമേതുമീ തുള്ളിയിങ്ങിറ്റു വീണു, ഏതൊരു പൂമരക്കൊമ്പിലേക്കിന്നു ചേക്കേറുവാൻ ആ പക്ഷി പോയിരിക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. കവിതകൾ വായിക്കാറുണ്ടല്ലേ? നമ്മുടെ കുതിര എന്തു പറയുന്നു? മുന്നോട്ട് കുതിക്കാൻ തയ്യാറായ കുതിരയുടെ അനുവാദത്തോടെ നമുക്ക് ആരംഭിക്കാം മത്സരം. ആരംഭിക്കാം സാർ. വേണു വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ. അതെ. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു? ഇല്ല. ഇല്ല. 50 വയസ്സ് കഴിയാത്ത പുരുഷൻ. സ്പോർട്സ് ആണോ മേഖല? സ്പോർട്സ് എന്ന് വേണമെങ്കിൽ പറയാം. Yes വേണമെങ്കിൽ or no? പറയാം. യെസ് ഓർ നോ? ഓർ ഇല്ല. സ്പോർട്സ് ആണ്. പന്തുപയോഗിച്ചുള്ള ഒരു കളി? അല്ല. അത്ലറ്റിക്സോ നീന്തലോ ചെസ്സോ ആണോ? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾ? അല്ല. ഏഷ്യൻ? ജഡ്ജസ് ലൈഫ് ലൈൻ. അദ്ദേഹം ഏഷ്യൻ ആണോ? അല്ല. ദാറ്റ് ഈസ് എ ലൈഫ് ലൈൻ. കുഴപ്പമില്ല. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി, സ്വീഡൻ, സ്പെയിൻ ഇതിലൊന്നാണോ അദ്ദേഹത്തിന്റെ രാജ്യം? അതെ. അപ്പൊ അദ്ദേഹം യൂറോപ്യൻ ആണ്, റഷ്യൻ, ഏഷ്യൻ അല്ല. ഇവർ പിന്നെ എന്തിനാ സംശയം വന്നത്? ശരി. ഏതെങ്കിലും രീതിയിലുള്ള ഒരു റേസിംഗ് ആണോ അത്? അതെ. ആണ്. ഫോർമുല 1? എന്തോ? ഫോർമുല 1 റേസിംഗ് അതെ. ആണ്. അതെ. നിലവിൽ അദ്ദേഹം ടോപ്പ് 5-ലുണ്ടോ? ആദ്യത്തെ 5 റാങ്കുകാരുടെ പട്ടികയിൽ അദ്ദേഹമുണ്ട്? ലൈഫ് ലൈൻ ഉണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. ഒരു ലൈഫിനുണ്ട്. ലൈഫ് രാജ്യം ബ്രിട്ടൻ ആണോ എന്നാണ് ചോദ്യം. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ്? അല്ല. 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 അദ്ദേഹത്തിന്റെ പേരിന്റെ ഏതെങ്കിലും ഭാഗം എസ്, എച്ച്, ആർ എന്നീ അക്ഷരങ്ങളിൽ ഒന്നിൽ ആരംഭിക്കുന്നു? ഉണ്ട്. ഉണ്ട്. എസ്സിൽ ആരംഭിക്കുന്നു? ഉണ്ട്. 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 പക്ഷെ അത് ആദ്യ ഭാഗമല്ല. സെബാസ്റ്റ്യൻ വീറ്റലിന്റെ കാര്യം പറയുന്നത് പോലെ ആദ്യ ഭാഗമല്ല. അല്ല. വെരി ഗുഡ്. ഇഷ്ടമാണോ ഈ കാർ റേസിംഗ്? അതെ. എല്ലാ സ്പോർട്സും ഇഷ്ടമാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയേക്കാൾ പ്രശസ്തനായ ബന്ധു അദ്ദേഹത്തിനുണ്ടോ? ലൈഫ് ലൈൻ ഇല്ല. അദ്ദേഹത്തിനേക്കാളില്ല. കാരണം റാൽഫിന് പ്രശസ്തി അല്പം കുറവാ, ഇദ്ദേഹത്തിനേക്കാൾ കൂടുതലല്ല.
താങ്കൾ വിചാരിച്ചത് റാൽഫിന്റെ സഹോദരനെയാണോ? ഒരു ലൈഫ് ലൈൻ കൂടി വേണം അല്ലേ വേണുവിന്? റാൽഫിന്റെ സഹോദരനെയാണോ വേണു വിചാരിച്ചത് എന്നാണ് എന്റെ ചോദ്യം. അതെ, ആണ്. അതെ. വേണു വിചാരിച്ച വ്യക്തി അദ്ദേഹത്തിന്റെ രാജ്യം ബ്രിട്ടനാണോ എന്ന കാര്യത്തിൽ വേണുവിന് സംശയമുണ്ടായിരുന്നു. അത് ബ്രിട്ടനല്ല, അദ്ദേഹം ഒരു ജർമ്മനാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ പേര് റാൽഫ് എന്നാണ്. അദ്ദേഹത്തിനെ പോലെ തന്നെ അതേ കളിയിൽ അതേ സ്പോർട്സ് ഇനത്തിൽ പ്രശസ്തനാണ് റാൽഫും. റാൽഫിന്റെ സഹോദരനായ വിശ്വപ്രസിദ്ധനായ മൈക്കൽ ഷൂമേക്കറിനെയാണ് വേണു മനസ്സിൽ വിചാരിച്ചത്. ശരിയല്ലേ? അതെ സർ. വേണു, ഇപ്പോൾ മൈക്കൽ ഷൂമേക്കർ ലോകത്തിലെ ആദ്യത്തെ 5 കാറോട്ടക്കാരുടെ പട്ടികയിൽ ഇല്ല കേട്ടോ. മൈക്കൽ ഷുമാക്കർ 1969 ജനുവരി 3 ജനനം. ജർമ്മൻ റേസിംഗ് ഡ്രൈവർ. 7 തവണ ഫോർമുല 1 ലോകകപ്പ് ചാമ്പ്യൻ. 308ഓളം റേസുകളിൽ പങ്കെടുത്തു. അതിൽ 91 വിജയങ്ങൾ. 2013 ഡിസംബർ 29 തന്റെ മകനോടൊപ്പം സ്കീയിംഗ് നടത്തവേ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റു. ഇപ്പോഴും കോമയിലാണ്. But still it was a good time with you. വേണുവുമായി ചിലവഴിച്ചത് നല്ല സമയങ്ങളാണ്. സന്തോഷം സാർ. ഞാൻ ഒരു കാര്യം, നമ്മുടെ കുട്ടികളെല്ലാം ഞാനിങ്ങ് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അച്ചായിങ്ങനെ അവർ സാറിനോട് പറയണം, അഭിവാദ്യർപ്പിച്ച് സ്നേഹപൂർവ്വം അവർ നന്നായി പഠിക്കാനുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടാവണമെന്ന്. കേരളത്തിലെ മുഴുവൻ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് അറിവ് കൂടുതലുണ്ടാകട്ടെ എന്നൊരു ആശംസ കൊടുക്കണമെന്ന് മാത്രം വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാളെയുടെ പൗരന്മാരായി വളർന്നു വരേണ്ട ഓരോ വിദ്യാർത്ഥിക്കും അറിവുണ്ടാകട്ടെ. അത് പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന അറിവല്ല, നാട്ടറിവും വാക്കറിവും ചേർന്ന ഉജ്ജ്വലമായ വിജ്ഞാനത്തിന്റെ ആകാശങ്ങൾ അവരെ തേടിയെത്തട്ടെ. മികച്ച മനുഷ്യരാകാൻ പോകുന്ന അറിവ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്, ഒപ്പം ഞങ്ങളുടെ സ്നേഹനിർഭരമായ ഈ അശുഭഹാരം. വേണു മനസ്സിൽ വിചാരിച്ചത് മൈക്കൽ ഷൂമേക്കറിനെയാണ്. ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥി മനസ്സിൽ വിചാരിക്കുന്നത് ആരെയായിരിക്കും? ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ റഷ്യൻ പ്രസിഡന്റായ ബുൾഗാനിനെയാണോ, അതോ ലെയ്ക്ക എന്ന നായയുടെ ഉടമയായ ഒരു പാവം സ്ത്രീയെയാണോ? എനിക്കറിയില്ല, കാത്തിരിക്കാം. വേണു അവശേഷിപ്പിച്ച ഹോട്ട് സീറ്റിലേക്ക് അല്ലെങ്കിൽ യാഗഭൂമിയിലേക്ക് ഇനി ആരാണ് എത്തുക? പാലക്കാട് ജില്ലയിൽ എത്തുന്ന വിനീത എന്ന വിദ്യാർത്ഥിനി നന്നായി കവിത എഴുതും, നന്നായി സംസാരിക്കാം. ഞാൻ വിനീത, പാലക്കാട് ജില്ലയിലെ പാരമ്പര്യം ഏറെ പേറുന്ന ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ 2ാം വർഷ സാമ്പത്തിക ശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിനി. എൻ്റെ പ്രായത്തിലെ ഓരോ വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ ഒരു ദശാബ്ദം മുൻപ് അവരുടെ രക്ഷിതാക്കൾ പകർന്നു നൽകിയ ശീലത്തിന്റെ പേരാണ് അശ്വമേധം. 10 വർഷങ്ങൾക്ക് ശേഷം കെട്ടിലും മട്ടിലും പുതിയ ഭാവങ്ങളുമായി അശ്വമേധം വീണ്ടും മലയാളത്തിന് മുൻപിൽ അവതരിക്കുമ്പോൾ അതിൽ ഒരു ഭാഗമാകുവാൻ കഴിഞ്ഞതിൻ്റെ നന്ദി. എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഒരൽപ്പം വാശിയും ആകാംക്ഷയുമാണ്. ആകാംക്ഷയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് വാശിയുടെ രാജസൂയങ്ങളിലേക്ക്. വിനീത, പ്ലീസ് വാക്ക് ഇൻ. വിനീത എക്കണോമിക്സ് വിദ്യാർത്ഥിനിയാണ്. 2ാം വർഷം. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്. ചരിത്രം ഉറങ്ങുന്ന ഒരു വലിയ കലാലയ മുത്തശ്ശിയിൽ നിന്നാണ് അശ്വമേധത്തിലേക്ക് വിനീത എത്തി നിൽക്കുന്നത്. ആദ്യം നമുക്ക് യാഗഭൂമി താണ്ടാം. 125 വർഷങ്ങളുടെ ഗരിമയിൽ ശിരസുയർത്തി നിൽക്കുന്ന വിക്ടോറിയ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് യാഗം. വിനീത, വിഷ് ഓൾ ദ ബെസ്റ്റ്. യാഗം എന്ന ഈ കടമ്പ താണ്ടി വേണം വിനീത യജ്ഞത്തിലേക്ക് എത്താൻ. എന്താണ് വിഷയം? ആദ്യമായി നോക്കട്ടെ. ആദ്യമായി, ഫസ്റ്റ് എവർ, അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ ആദ്യമായി വിമാനം പറപ്പിച്ച വനിതയാണ് അമീലിയ ഇയർഹാർട്ട്. ശരിയോ തെറ്റോ? ശരിയാണ് സർ. ശരിയാണ്. അമീലിയ ഇയർഹാർട്ട് എവിടെയാണ്? നിമ്മിയുടെ മുന്നിലിരിക്കുന്ന കമ്പ്യൂട്ടറിന് കണ്ടെത്താൻ കഴിയില്ല അമീലിയ ഇയർഹാർട്ട് എവിടെയാണെന്ന്.
കാരണം പിന്നീടൊരു പറക്കലിൽ അവരെങ്ങോ അപ്രത്യക്ഷമായി. മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 1000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് വിനീത. വിനീത, മിർ റിയൽട്ടേഴ്സിന്റെ 2500 രൂപയ്ക്ക് വേണ്ടിയുള്ള രണ്ടാം ചോദ്യത്തിലേക്ക്, രണ്ടാം കടമ്പയിലേക്ക്, ആ വിജ്ഞാനഗോളത്തിലേക്ക്. ലോക ചരിത്രം. നോക്കട്ടെ, ലോക ചരിത്രം. ശരി. ഗാവ്രിയാലോ പ്രിൻസെഫ് ആരാ? എന്തുമായി ബന്ധപ്പെട്ടയാളാണ്? ചോദ്യത്തിന് ഞാൻ തരുന്ന ഉത്തരങ്ങൾ 2. എൻ്റെ ആദ്യത്തെ ഉത്തരം കൊറിയൻ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടയാളാണ്. എൻ്റെ രണ്ടാമത്തെ ഉത്തരം ലോകമഹായുദ്ധത്തിന് കാരണക്കാരനായ ആളാണ്. സർ, 1-ാം ലോക മഹായുദ്ധത്തിന് കാരണക്കാരനായ വ്യക്തിയാണ് പ്രിൻസെപ്പ് ഫെർഡിനാൻഡ്. ആർച്ച്ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ വധിച്ച വ്യക്തിയാണ് പ്രിൻസെപ്പ്. ഓസ്ട്രിയയുടെ ആർച്ച്ഡ്യൂക്ക് ആയിരുന്ന ആർച്ച്ഡ്യൂക്ക് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും വധിച്ച സെർബിയൻ യുവാവാണ് ഗാവ്രിയാലോ പ്രിൻസെഫ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻ വിനീത. 2500 രൂപ മിർ റിയൽട്ടേഴ്സിന്റെ സമ്മാനം വിനീത സ്വന്തമാക്കി. ഇനി മിർ റിയൽട്ടേഴ്സിന്റെ 5000 രൂപയ്ക്ക് വേണ്ടിയുള്ള 3-ാം കടമ്പ. ആർട്ട് ഫോംസ്, കലാരൂപം. കാഞ്ഞൻ പൂശാരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തനായത്? എൻ്റെ 1-ാമത്തെ ഉത്തരം ചിമ്മാനക്കളി, 2-ാമത്തെ ഉത്തരം മംഗലം കളി, 3-ാമത്തെ ഉത്തരം പടയൻ. ഈ പറഞ്ഞ 3 ആർട്ട് ഫോംസുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞല്ലേ പറ്റൂ നമുക്കല്ലേ? ചിമ്മാനക്കളി. ചിമ്മാനക്കളി. വിനീത പറഞ്ഞ ഉത്തരം ശരി. ചിമ്മാനക്കളിയുടെ പ്രയോക്താവാണ് അത്യുത്തര കേരളത്തിലെ കാഞ്ഞൻ പൂശാരി. കാരിച്ചി മംഗലം കളിയുടെ പ്രയോക്താവാണ്. മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 5000 രൂപ സ്വന്തമാക്കി. ഇനി മിർ റിയൽട്ടേഴ്സിന്റെ 10000 രൂപയ്ക്ക് വേണ്ടി ഒരു ദൃശ്യ പ്രശ്നം കാണാം. ചോദ്യം, ഇതേത് കോളേജാണ് എന്നാണ് എന്റെ ചോദ്യം. വാട്ട് ഈസ് ദ ഫസ്റ്റ് കോളേജ് ഇൻ കേരള? CMS കോളേജ്, കോട്ടയം. ആണോ? എനിക്കറിയില്ല. ടൈം സ്റ്റാർട്ട്സ് നൗ. കുറച്ച് നിമിഷങ്ങൾ മാത്രം, പെട്ടെന്ന് ഉത്തരം പറയണം. സർ, കേരളത്തിലെ ആദ്യത്തെ കോളേജ് ആണെങ്കിൽ CMS കോളേജ്, കോട്ടയം. യുവർ ആൻസർ ഈസ് പെർഫെക്റ്റ്ലി കറക്റ്റ്. ഓ, താങ്ക് യു. വിനീത മിർ റിയൽട്ടേഴ്സിന്റെ 10000 രൂപയുടെ സമ്മാനം സ്വന്തമാക്കി കഴിഞ്ഞു. ഇനി യജ്ഞത്തിലേക്ക് പ്രവേശിക്കുന്നു, മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. തീരുമാനം വിനീതയുടേതാണ്. കാത്തിരിക്കേണ്ടത് നമ്മളും. പാലക്കാട് നിന്നെത്തിയ വിനീത യജ്ഞവേദിയിലേക്ക് പ്രവേശിക്കുമോ ഇല്ലയോ? ആ തീരുമാനം ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കറിയാം. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. Thumbs up is the sign. Vinitha, walk it. ധീരമായി തീരുമാനമെടുത്തു വിനീത. മത്സരത്തിന്റെ നിയമങ്ങളെ കുറിച്ച് വിനീതയ്ക്ക് അറിയാം. ഓൾ ദി ബെസ്റ്റ്. ഒരു വിഷയം തിരഞ്ഞെടുക്കും. വിനീത എടുക്കുന്ന വിഷയം വിനീതയ്ക്ക് ദുഷ്കരമായി തോന്നുകയാണെങ്കിൽ അത് തിരികെ നിക്ഷേപിച്ച് മറ്റൊരു വിഷയം എടുക്കാൻ വിനീതയ്ക്ക് അവസരമുണ്ട്. പക്ഷേ അപ്പോൾ എനിക്ക് 2 ബോണസ് ചോദ്യങ്ങൾ കൂടുതൽ കിട്ടും. 18 എന്നുള്ളത് 20 ആകും. ഓൾ ദി ബെസ്റ്റ്. ഒരു വിഷയം തിരഞ്ഞെടുക്കും. മുഖം വാടി. ദുഷ്കരമാണോ വിഷയം? ആണ്. പ്രയാസമാണോ? ആണ്. അപ്പൊ എനിക്ക് ബോണസ് നൽകിക്കൊണ്ട് അടുത്ത വിഷയം തിരഞ്ഞെടുക്കാനാണോ താല്പര്യം? അതെ. അപ്പൊ എന്റെ ചോദ്യങ്ങളിൽ നിന്ന് 20 ആകും. ശരി. വിനീതയും ജൂറിയും തമ്മിൽ വിചാരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചർച്ച. നമുക്ക് കടക്കാം യജ്ഞം. ശ്രീമതി ഭാഗ്യലക്ഷ്മി വിനീത വിചാരിച്ച പേര് അംഗീകരിക്കുന്നു? അംഗീകരിക്കും. നിമ്മി, യു ആർ റെഡി ടു ഹെൽപ്പ് ഹർ? യെസ്. പ്ലീസ്. ഇനി വിനീതയ്ക്ക് ഇരിക്കാം ഹോട്ട് സീറ്റ്. ശരി വിനീത, ഓൾ ദ ബെസ്റ്റ്. വിനീത വിചാരിച്ച വ്യക്തി
പുരുഷനാണോ? പുരുഷനല്ല. അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ? ഇന്ത്യൻ. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? യെസ്. 1950 ശേഷം മരണം? അല്ല. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാന പ്രശസ്തി? അതെ. രാഷ്ട്രീയം? അല്ല. സാഹിത്യം? അതെ. 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. എനിക്ക് 8 ചോദ്യങ്ങൾ കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വിനീത തന്ന ഒരു 2 ബോണസ് ചോദ്യങ്ങളുടെ ആനുകൂല്യം കൂടി. 1900 ശേഷമാണോ മരണം? ഓഫ് കോഴ്സ്. അതെ. തമിഴ്നാട്ടിലാണോ അല്ല. ജനിച്ചത്? അല്ല. അല്ല. ചെറുകഥയോ നോവലോ ആണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന സംഭാവന? അല്ല. അല്ല. കവിത? അല്ല. വിവർത്തനം, ലെക്സിക്കോഗ്രാഫി, ഹാസ്യ സാഹിത്യം, നാടകം ഇതിലൊന്നാണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന മേഖല? പ്രധാന മേഖലയല്ല. ഇതൊന്നുമല്ല. ചരിത്ര രചന, ശാസ്ത്ര രചന, വൈജ്ഞാനിക സാഹിത്യം ഇതിലൊന്നാണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന മേഖല? ഹെൽപ്പ് ലൈൻ. ലൈഫ് ലൈൻ. പ്രധാന മേഖല പറഞ്ഞതല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. റിപ്പീറ്റ് നമ്പർ 16. കർണാടകമാണ് അവരുടെ സംസ്ഥാനം. അതെ. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അല്ല. 1925 ശേഷം ശേഷം മരണം? അല്ല. ആത്മകഥയോ ജീവചരിത്രമോ ആണോ സാഹിത്യത്തിൽ അവരുടെ പ്രധാന മേഖല? അല്ല സർ. അല്ല. ഇനി ഒരേ ഒരു ചോദ്യം. സഞ്ചാര സാഹിത്യവുമായി ബന്ധമുണ്ട്. ഞാനൊരു വൈഡ് ഗസ്സിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞാൽ സങ്കടമാകും. സർ ഇതിന്റെ ശരിയായ ഉത്തരം പറഞ്ഞ സങ്കടാവും. വിനീത വിചാരിച്ച വ്യക്തിയുടെ പേര് എനിക്കറിയില്ല. കൺഗ്രാറ്റുലേഷൻസ്. പറയൂ, ആരെയാണ്? സർ ഞാൻ വിചാരിച്ചത് സാഹിത്യത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച പണ്ഡിത രമാഭായ്. പണ്ഡിത രമാഭായ്. അവരെ കുറിച്ച് കൂടുതൽ പറയും. അച്ഛൻ സംസ്കൃതത്തിലൊക്കെ വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. പിന്നീട് ക്ഷാമം ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. അച്ഛൻ കുടുംബാംഗങ്ങളെല്ലാം ക്ഷാമത്തിൽ മരിക്കുക. പിന്നെ സഹോദരനുമായിട്ട് കൽക്കത്തയിലേക്ക് പോവുകയും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. US പോയി. US നടത്തിയ യാത്രയെക്കുറിച്ച് ഒരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ട്. പണ്ഡിത രമാഭായ് ഇന്ത്യയിലെ ആദ്യത്തെ ഫെമിനിസ്റ്റുകളിൽ ഒരാളാണെന്നൊക്കെ പറയാൻ പറ്റും. ആദ്യത്തെ വനിതാ വിമോചകയാണെന്ന് പറയാം. അതെ. പണ്ഡിത രമാഭായ് 1858 ഏപ്രിൽ 23 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ജനിച്ച സംസ്കൃത പണ്ഡിത. 12ാം വയസ്സിൽ തന്നെ 18,000-ഓളം പുരാണ ശ്ലോകങ്ങൾ പഠിച്ചു. 1878 കൽക്കത്ത യൂണിവേഴ്സിറ്റി പണ്ഡിത പദവി നൽകി ആദരിച്ചു. വിനീത 2ാം റൗണ്ടിൽ വിചാരിക്കേണ്ടത് വ്യക്തിയല്ല, ഒരു സംഭവമാണ്. സംഭവ ബഹുലമായ ലോകത്തിൽ സഞ്ചാരബഹുലമായ ജീവിതം നടത്തിയ പണ്ഡിത രമാഭായിയെ മനസ്സിലോർമ്മിച്ച വിനീത ഇനി വിചാരിക്കാൻ പോകുന്നത് എന്തായാലും അതൊരു സംഭവം തന്നെയായിരിക്കും. വിനീത വിജയശ്രീ ലാളിതയായ യജ്ഞത്തിലെ 2ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇനി വിനീത മനസ്സിൽ കരുതി വയ്ക്കുന്നത് ഒരു സംഭവമാണ്. നല്ല സംഭവമാണോ അതോ അതൊരു മോശം സംഭവമാണോ? അത് നടന്നത് ഏഷ്യയിലാണോ, ഭൂമിയിലാണോ, ഇനി അല്ല ചന്ദ്രനിലാണോ? യജ്ഞം. വിനീത വിചാരിച്ച സംഭവം അംഗീകരിച്ചു. യെസ്, അംഗീകരിച്ചു. നിമ്മി 7 ലൈഫ് ലൈനുകൾ വരെ കൊടുക്കാൻ സന്നദ്ധയാണ്. യെസ് പ്ലീസ്. സോ വിനീതയുടെ യാത്ര വിജയകരമായാണ് മുന്നോട്ട് പോകുന്നത്. തുടങ്ങാം നമുക്ക്. വിനീത വിചാരിച്ച ആ സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് എന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഓഫ് കോഴ്സ്. യെസ്. ഇസ് ഇറ്റ് എ ഗുഡ് ഇൻസിഡന്റ്? നോ. 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 ഏഷ്യയിലാണോ ആ സംഭവം നടന്നത്? അല്ല. അല്ല. യൂറോപ്പിലല്ല. യൂറോപ്പിലല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ? അതെ. USA?
ഓഫ് കോഴ്സ്. 1950 ശേഷമാണോ ആ സംഭവം നടന്നത്? അതെ അതെ 1980 ശേഷം? അതെ. ആ സംഭവം 2000 ശേഷമാണോ? അല്ല അല്ല അല്ല. അതൊരു കൊലപാതകമോ ജീവൻ നഷ്ടപ്പെടുത്തുന്ന സംഭവമോ ആണ്? അതെ. ഒന്നിൽ കൂടുതൽ പേർ ആ സംഭവത്തിൽ ഒന്നിൽ കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടു. ആ സംഭവത്തിന് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികൾ ബോധപൂർവമായി കാരണക്കാരാണ്? അതെ. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഭൂരിഭാഗം പേരും പ്രായം തീരെ കുറഞ്ഞവരായിരുന്നു. ലൈഫ് ലൈൻസ്. ലൈഫ് ലൈൻ അല്ല. അല്ല. വിദ്യാർത്ഥികളൊന്നും അല്ല. അല്ല. വിശ്വാസവുമായോ മതപരമായ പ്രസ്ഥാനങ്ങളുമായോ ഈ സംഭവത്തിന് ബന്ധമുണ്ടോ? ഉണ്ട്. ഷിൻ റിക്കിയോ എന്ന വാക്ക് ഈ സംഭവവുമായി ബന്ധപ്പെടുത്തുന്നു. ലൈഫ് ലൈൻ വേണം. വേണോ? ഇല്ല. ഇല്ല. ജീവൻ നഷ്ടപ്പെട്ടവരെല്ലാം ഒരൊറ്റ കെട്ടിടത്തിനുള്ളിൽ വെച്ചാണോ അവർക്ക് ജീവിതം നഷ്ടമായത്? അല്ല. ഈ സംഭവത്തിന് പിന്നിൽ തീവ്രവാദമോ ഭീകരവാദമോ? ഇല്ല. 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 എത്ര ചോദ്യങ്ങളായി? 15 അല്ലേ? ഇനി 4 ചോദ്യങ്ങൾ മാത്രം. 4. രണ്ടാം റൗണ്ടിൽ 19 ചോദ്യങ്ങൾ. ഈ സംഭവം പ്രാകൃതമായ ഒരു അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ അഗ്നിക്കിരയായി മരിച്ചതുമായി ബന്ധപ്പെടുത്താമോ ഈ സംഭവത്തിനെ? ഓഫ് കോഴ്സ്. എക്സാക്ട്ലി. മുഖം എന്താ വല്ലാതായത്? ഇല്ല സർ, ഞാൻ ആ ദുരന്തത്തിനെ കുറിച്ച് ഓർത്തപ്പോൾ സങ്കടപ്പെട്ടതാണ്. ശരി വിനീതയുടെ പ്രതിഭ ഈ മത്സരത്തിൽ തുടർന്നും ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. വിനീത വിജയിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. പറഞ്ഞോളൂ, വിനീത വിചാരിച്ച ആ സംഭവം എന്താണ്? ഞാൻ ഉദ്ദേശിച്ച സംഭവം 1993 ഏപ്രിൽ 19 USA നടന്ന വാക്കോ ദുരന്തം എന്ന് ചരിത്രം അടയാളപ്പെടുത്തിയ കൂട്ടക്കൊലയാണ്. ആയിരത്തി 1993 ഏപ്രിൽ 19 അമേരിക്കൻ വാക്കോ ദുരന്തം 60-ൽ പരം ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ ഈ സംഭവം വാക്കോയിലെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ചിലാണ് നടന്നത്. സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകൾ എന്ന അന്ധവിശ്വാസികൾക്ക് നേരെ FBI നടത്തിയ ആക്രമണം തീപിടുത്തത്തിനിടയാക്കുകയും ധാരാളം ആളുകളുടെ മരണത്തിനിടയാക്കുകയും ചെയ്തു. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 50,000 രൂപയുടെ സമ്മാനം സ്വന്തമാക്കി വിനീത യാത്ര ചെയ്യാൻ പോകുന്നത് യജ്ഞത്തിന്റെ 3ാം കടമ്പയായ 1,00,000 രൂപയിലേക്കാണ്. ഒരു സ്ഥലമാകും വിനീത മനസ്സിലോർക്കാൻ നിർബന്ധിതയാകുന്നത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചിന്തയുടെ ഈ പോരാട്ടവേദിയിൽ വിനീതയുടെ വിജയാശ്വം മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കട്ടെ. യജ്ഞത്തിലെ 2 റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി യജ്ഞത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്നു വിനീത. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1,00,000 രൂപയ്ക്ക് വേണ്ടിയുള്ള 3ാം റൗണ്ടിൽ വിനീത മനസ്സിലോർക്കുന്നത് ഒരു സ്ഥലമാണ്, അല്ലേ? വിനീത ഓർത്ത ആ സ്ഥലം അംഗീകരിക്കുന്നു ശ്രീമതി ഭാഗ്യലക്ഷ്മി. അപ്രൂവ്ഡ് പ്രദീപ്. നിമ്മി, 8 തവണ വരെ വിനീതയെ സഹായിക്കാൻ നിമ്മിയുടെ കമ്പ്യൂട്ടർ തയ്യാറാണ്. പ്ലീസ്. വിനീത വിചാരിച്ച സ്ഥലം ഏഷ്യയിലുള്ള ഒരു സ്ഥലമാണ്. അല്ല. 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 യൂറോപ്പിലുള്ള ഒരു സ്ഥലമാണ്. അല്ല. അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലുള്ള ഒരു സ്ഥലമാണ്. ഓഫ് കോഴ്സ്. ആണ്. ഒരു രാജ്യമോ ഒരു നഗരമോ ആണോ ആ സ്ഥലം? അതെ. ആണ്. ഒരു നഗരം? അതെ. ഒരു ക്യാപിറ്റൽ സിറ്റി? അല്ല. അല്ല. USA-യിലാണോ ആ നഗരം? അതെ. അതെ. Is it a state in USA?
അല്ല. അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു സംസ്ഥാനത്തിന്റെ പേരാണോ അത്? അല്ല. അല്ല. ഈ നഗരത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ സ്ഥലം മനസ്സിലോർക്കാൻ ഒരു കാരണമുണ്ടാകുമല്ലോ, ഒരു വിഷയമുണ്ടാകും. ആ വിഷയം രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതെ. പൊളിറ്റിക്കലി റിലേറ്റഡ്? ഓഫ് കോഴ്സ് ആണ്. പ്രശസ്തനായ ഏതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്? അതെ. അതെ. ഏതെങ്കിലും പ്രശസ്ത വ്യക്തി ജനിച്ച സ്ഥലമാണോ അത്? അല്ല. അല്ല. ഏതെങ്കിലും പ്രശസ്ത വ്യക്തി അധികാര പദവി, ഗവർണർഷിപ്പോ മേയർഷിപ്പോ അലങ്കരിച്ച ഒരു സ്ഥലമാണോ അത്? അല്ല. അല്ല. ടെക്സാസോ ഇല്ലിനോയിസോ ഒന്നും അല്ല അപ്പൊ മനസ്സിൽ. Good. ഒരു പ്രശസ്ത വ്യക്തിയുമായി കണക്റ്റഡ് ആണ് ആ സ്ഥലം എന്ന് പറഞ്ഞല്ലോ. അതെ. ആ വ്യക്തി ഭാരതീയനാണ്? അല്ല. അല്ല. ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു? ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല. ഇല്ല. 15 ചോദ്യങ്ങൾ കഴിഞ്ഞു, ഇനി 5 ചോദ്യങ്ങൾ മാത്രം. ആ വ്യക്തി കൊല ചെയ്യപ്പെട്ടതാണോ? അല്ല. 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 USA പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ 20 നഗരങ്ങളിൽ ഒന്ന് ആണ് ഈ നഗരമെന്ന് പറയാമോ? അല്ല. അലാസ്കയിലോ അലബാമയിലോ അരിസോണയിലോ ഈ 3 സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലുമാണോ ഈ നഗരം? അല്ല. അല്ല. നിക്സണുമായി ബന്ധപ്പെട്ടതാണോ ഈ സ്ഥലം? അല്ല. അല്ല. ഇനി ഒരേ ഒരു ചോദ്യം, മാഡിസണുമായോ റൂസ്വെൽറ്റുമായോ ഈ സ്ഥലത്തിന് ബന്ധമുണ്ട്? അല്ല. പറയൂ. കൺഗ്രാറ്റുലേഷൻസ്. വെൽ ഡൺ വിനീത, വെൽ ഡൺ. ഗിവ് എ ബിഗ് ഹാൻഡ്. ഞാൻ വിചാരിച്ച സ്ഥലം അമേരിക്കയിലെ ഫുൾട്ടൺ ആണ്. ഫുൾട്ടൺ ആണ് വിചാരിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ ശീതയുദ്ധത്തിന് കാരണമായ പ്രസംഗം അമേരിക്ക 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 എല്ലാം അമേരിക്കക്കാരെ കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ചു അല്ലേ? അതെ. അമേരിക്കയിൽ പോയ പ്രഗത്ഭനായ വ്യക്തിയെ കുറിച്ച് ചിക്കാഗോ ആലോചിച്ചപ്പോ ഞാൻ അത് ഇടയ്ക്കൊരു സെക്കൻഡ് ഷിക്കാഗോയിൽ എന്റെ മനസ്സ് പോയി. അതുകൊണ്ടാണ് ഞാൻ ഭാരതീയനുമായി ബന്ധമുണ്ടോ എന്ന് ചോദിച്ചത്. ചിക്കാഗോ സ്പീച്ചിനെ കുറിച്ച് ഓർമ്മിച്ചു. ഫുൾട്ടൺ അമേരിക്കയിലെ മിസോറിയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. 1946 അവിടെ വെച്ച് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പ്രഭാഷണം ഈ നഗരത്തെ പ്രശസ്തമാക്കി. അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കിയത് ഈ പ്രഭാഷണമാണ്. ഇതോടെ ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന മാനസികമായ അകൽച്ചയ്ക്ക് വിരാമമായി. ഫുൾട്ടൺ സ്പീച്ചിനെ കുറിച്ച് ചിന്തിച്ചതാണ്, അതെ. പ്രസംഗത്തെ കുറിച്ച് മനസ്സിലോർത്തതാണ്. എന്നിട്ട് ഞാൻ വിൻസ്റ്റൺ ചർച്ചിലിനെ കുറിച്ച് ഓർത്തില്ല. ആൻഡ് യു ഹാവ് ഡൺ ഇറ്റ് fully well. Congratulations once again. You have won rupees 1 lakh. Now, മിർ റിയൽറ്റേഴ്സിന്റെ 1 ലക്ഷം രൂപയുടെ ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ മുന്നിൽ പല ഓപ്ഷനുകളുണ്ട്. മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് എങ്കിൽ യു ക്യാൻ ടേക്ക് 25,000 rupees. 25,000 രൂപ സ്വന്തമാണ്. മുന്നോട്ട് പോവുകയാണ് എങ്കിൽ 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം എന്നിങ്ങനെയുള്ള അവസാന സോണുകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. രാജസൂയത്തിൽ ഏർപ്പെടും. രാജസൂയത്തിൽ മുന്നോട്ട് പോയാൽ വിജയിക്കുമ്പോൾ കിട്ടുന്ന പ്രൈസ് മണി 2 ലക്ഷത്തിൽ നിന്നും 5 ലക്ഷത്തിലേക്കും 10 ലക്ഷത്തിലേക്കും എല്ലാം കുതിച്ചുപോയി. പക്ഷെ പരാജയപ്പെടുമ്പോൾ 10,000, 5,000, പിന്നൊടുവിൽ 0 എന്നിങ്ങനെ എത്തും. Good. ഒരു ഉറപ്പിച്ച തീരുമാനമാണോ? പക്ഷേ ഞാൻ രാജസൂയത്തിൽ വിനീത എത്തുമായിരുന്നെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് തരുമായിരുന്ന 3 സൂചനകൾ ഇനി കേൾക്കാം. എന്തായാലും ക്വിറ്റ് ചെയ്തു. എത്തുമായിരുന്നെങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ഞാൻ വിനീതയോട് ചോദിക്കുമായിരുന്ന സൂചനകൾ
എൻ്റെ മകളുടെ പേര് ഒരു ഫുട്ബോൾ ക്ലബ്ബുമായി സാമ്യമുള്ള ഒന്നാണ്, ഞാനൊരു വനിതയാണ് എന്നാകുമായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലൂ. എൻ്റെ ഭർത്താവിനെതിരെ വാദിച്ച അഭിഭാഷകന്റെ പേര് കെന്നത്ത് സ്റ്റാർ ആണ് എന്നെൻ്റെ രണ്ടാമത്തെ ക്ലൂ. ഉത്തരം പറയാൻ കഴിയുമായിരുന്നില്ലേ? അപ്പോൾ ആരെക്കുറിച്ചാകുമായിരുന്നു ആ സൂചന? ഹിലരി ക്ലിന്റൺ. ഹിലാരി ക്ലിന്റൺ. പിന്നെന്തിനാ കിട്ടിയത്? പോട്ടെ. നിമി പ്ലീസ്. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 റുപ്പീസിന്റെ ക്യാഷ് അവാർഡ് വിനീത സ്വന്തമാക്കി. ആൻഡ് വിനീത, ഞങ്ങളുടെ സ്നേഹോപഹാരം. ഈ അശ്വം ഇവിടെ ഇരിക്കട്ടെ. വിനീതയ്ക്ക് 2 അശ്വങ്ങളുണ്ട്, വീട്ടിലേക്ക് കൊണ്ടു. വിക്ടോറിയ കോളേജിലെ കലാലയത്തിലെ എല്ലാ കൂട്ടുകാരെയും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുക. ഒപ്പം വിനീത നന്നായി കവിത എഴുതുന്ന മിടുക്കിയായ ഒരു മത്സരാർത്ഥിയാണ്. വളരെ ചടുലമായി ചിന്തിച്ചു, അല്ലേ? പണ്ഡിത രമാബായിയിൽ നിന്നും ഫുൾട്ടൺ വരെയുള്ള യാത്ര, അതിനിടയിൽ വേദന നിറഞ്ഞ ബ്ലാക്ക് ഡേവിഡിന്റെ സംഭവം, പൊള്ളലേറ്റു മരിച്ച നിരപരാധികളായ മനുഷ്യരുടെ ദാരുണമായ ചിത്രം. യു ആർ ഹാപ്പി? I'm happy. I'm satisfied, sir. Yes, satisfied. Great participation. അല്ലേ? Well done. വിനീത എഴുതിയ ഒരു കവിതയിലെ 2 വരികൾ, അല്ലെങ്കിൽ വിനീതയ്ക്ക് ഇഷ്ടപ്പെട്ട കവി സച്ചിദാനന്ദൻ, അല്ലേ? അതെ. വേനൽമഴ വായിച്ചിട്ടുണ്ടോ? വേനൽമഴ വായിച്ചില്ലേ? വായിച്ചിട്ടില്ല. വായിക്കണം. വേനലിലെ ആദ്യത്തെ മഴ പെയ്യുകയാണ്. മഴയുടെ ചില്ലുകുഴലിലൂടെ എണ്ണമറ്റ കുഞ്ഞുമാലാഖമാർ വന്നിറങ്ങി ഇലകളിൽ നൃത്തം ചെയ്യുന്നതും നോക്കി ഈ ഭൂമിയിലെ പ്രക്ഷുബ്ധമായ പ്രവാസത്തെക്കുറിച്ചോർത്ത് കിം ചിഹായ്, നിന്റെ തടവറക്കരികിൽ നീ എന്തു ചെയ്യുന്നു എന്ന് സച്ചിദാനന്ദൻ. വിനീതയുടെ ഊർജ്ജസ്വലമായ മത്സരത്തിനും ഉജ്ജ്വലമായ വിജയത്തിനും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും കാണാൻ കുതിക്കട്ടെ ഈ ആകാശം. ഗുഡ് നൈറ്റ് ഫ്രം GSP.